ഹായ് ഓൾ, വെൽക്കം ടു സാലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് 5ാമത്തെ ആഴ്ച സർവേ ആണ് ഡിസ്കസ് ചെയ്തത്. ടാക്യോമീറ്റർ, കർവുകൾ, ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ ആൻഡ് മോഡേൺ സർവേ ആണ് ഈ ആഴ്ച നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ. നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ടാക്യോമീറ്റർ, കർവ്, പിന്നെ നമ്മുടെ ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചില്ലറ പോയിന്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ മോഡേൺ സർവേ അല്ലെങ്കിൽ മോഡേൺ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് നമ്മൾ ഒന്ന് എത്തി നോക്കുകയാണ്. ആദ്യം നമുക്ക് ഏതൊക്കെയാണ് മോഡേൺ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മോഡേൺ സർവേ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇഡിഎം ഉണ്ട്, യെസ്, ടോട്ടൽ സ്റ്റേഷൻ പഠിക്കാനുണ്ട്, GIS, GPS, റിമോട്ട് സെൻസിങ്. ഈ പറയുന്ന സാധനങ്ങളാണ് നമുക്ക് മോഡേൺ സർവേ എന്ന് പറയുന്ന ആ പ്രഹസനത്തിൽ ഇൻവോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. നമുക്ക് ടോട്ടൽ സ്റ്റേഷനെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ, എന്താണ് ടോട്ടൽ സ്റ്റേഷൻ, എന്തൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. ഓക്കെ അല്ലെ? ഫസ്റ്റ്, വാട്ട് യു മീൻ ബൈ ടോട്ടൽ സ്റ്റേഷൻ? ടോട്ടൽ സ്റ്റേഷൻ നമ്മുടെ സർവേയിലെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് പ്ലസ് എന്താണ് ഇഡിഎം ആണ്. പ്ലസ് എന്താണ് ഇഡിഎം. ഇഡിഎത്തിന്റെയും തിയോഡലൈറ്റിന്റെയും കോമ്പിനേഷനെ അല്ലെങ്കിൽ രണ്ടും കൂടി ഫിറ്റഡ് ആയിട്ടുള്ള ഒന്നിച്ചുള്ള ആ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയും. എന്താണ് ഇഡിഎം എന്ന് ചോദിച്ചാൽ, യെസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ഡിവൈസ് ആണ്. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ഡിവൈസ്, ഡിസ്റ്റൻസ് മെഷർമെന്റ് ഡിവൈസ് ആണ്. എന്ന് വെച്ചാൽ എന്താ സംഭവം? ഓക്കെ, തിയോഡലൈറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ ആണ്. ഇഡിഎം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൺ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ പ്രൊപ്പഗേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് റിസപ്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. വെറുതെ യെസ്, വളരെ റഫായിട്ടൊന്ന് വരച്ച് കാണിക്കാം. ഇത്തരത്തിൽ ട്രൈപോഡിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഇഡിഎം ഇൻസ്ട്രുമെന്റ് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ഇത്തരത്തിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇഡിഎം ഇൻസ്ട്രുമെന്റ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ടാവും. ലെറ്റ്സ് സേ ബി ആയിരിക്കും. അവിടെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ലെവലിംഗ് സ്റ്റാഫ് അല്ല, സ്റ്റേഡിയ റോഡ് അല്ല, പകരം എന്താണ്, പ്രിസം അല്ലെങ്കിൽ റിഫ്ലക്ടർ ആണ്. പ്രിസം അല്ലെങ്കിൽ എന്താ പറയാ, ഇറ്റ് ഈസ് റിഫ്ലക്ടർ എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്നത് ഇത്ര മാത്രം. നമ്മൾ ഈ പറയുന്ന ഇഡിഎം ഇൻസ്ട്രുമെന്റിൽ നിന്നും എന്തെങ്കിലും ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. ആ വേവ് നമ്മുടെ പ്രിസത്തിൽ പോയി ഹിറ്റ് ചെയ്ത് അത് റിഫ്ലക്റ്റഡ് ബാക്ക് ചെയ്യും. അത് റിഫ്ലക്ട് ചെയ്യപ്പെടും. റിഫ്ലക്ട് ബാക്ക് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓക്കെ, സോ വേവ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, വേവ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളാണ് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിനെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്, യെസ്, പിന്നെ അതിനെ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ 3 വേർഡുകളും നമ്മുടെ ഇഡിഎമ്മിന്റെ ഡെഫിനേഷനിൽ വരണം. ഇല്ലെങ്കിൽ അത് ഇഡിഎമ്മിന്റെ ഡെഫിനേഷൻ ആവില്ല, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ക്ലിയർ അല്ലേ? ദ പ്രൊപ്പഗേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആ പറയുന്ന സാധനം വെച്ചിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. അതാണെന്ത്? യെസ്, ഇഡിഎം എന്ന് പറയുന്നത്. നോക്കിയേ, നമ്മളാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. യെസ്, നമുക്കറിയാം ആ വേവിന്റെ വെലോസിറ്റി v നമുക്കറിയാം. നമ്മളാണല്ലോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. ഏത് വേവ് ആയാലും അതിന്റെ വെലോസിറ്റി നമുക്കറിയാം. എയിൽ നിന്നും ബിയിലേക്ക് പോകാനും ബിയിൽ നിന്നും എയിലേക്ക് വരാനെടുക്കുന്ന സമയം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന വേവ് എ നിന്ന് ബിയിലേക്ക് പോകാനും ബിയിൽ നിന്നും എയിലേക്ക് തിരിച്ചു വരാനുള്ള സമയം നമുക്ക് നോട്ട് ചെയ്താൽ ആ സമയം ലെറ്റ്സ് സേ ടി ആണ്. സോ v ഇൻറ്റു ടി ചെയ്തു കഴിഞ്ഞാൽ ഫിസിക്സ് പറയുന്നത് ഡിസ്റ്റൻസ് എന്നാണ്. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്യേണ്ടി വരും. കാരണം വി ആർ നോട്ടിങ് ദ ടൈം. എയിൽ നിന്ന് ബിയിലേക്ക് പോകാനും ബിയിൽ നിന്ന് എയിലേക്ക് പോകാനുമുള്ള സമയമാണ് എടുക്കുന്നത്. നമുക്ക് എ ടു ബി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് മാത്രം മതി അല്ലെ? എ ടു ബി എന്ന് പറയുന്ന ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാത്രം മതി. അതുകൊണ്ടാണ് ഡിവൈഡ് ബൈ 2 ചെയ്തത്. ഇതാണ് നമ്മുടെ ഇഡിഎം എന്ന് പറയുന്നത്. ഇത് പറയാൻ കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ടോട്ടൽ സ്റ്റേഷൻ ആണ്. തിയോഡലൈറ്റിന്റെയും ഇഡിഎമ്മിന്റെ സമ്മാണ്. ഇനി ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാൻ ചോദിച്ചാൽ, ഒന്ന് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ ഇത് കേൾക്കുക, നിങ്ങൾ ഇത് കാണുക. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആംഗിൾ ആൻഡ് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. ഈ പറയുന്ന സ്ലോപ്പിംഗ് ഡിസ്റ്റൻസും ബാക്കിയുള്ള ആംഗിളുകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടെത്താം. നമുക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റും. ഇതാണ് പരിപാടി. പരിപാടി എങ്ങനെയാ നോക്കാം.
നോക്കിയേ, ലെറ്റ്സ് സേ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫൈലിലാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. ലെറ്റ്സ് സേ ഇങ്ങനെ എന്തോ പ്രൊഫൈലാണ്, ഒന്നുകൂടി മാറ്റി വരയ്ക്കാം, കുറച്ച് ഇങ്ങോട്ട് വരയ്ക്കാം. യെസ്, ഇത്തരത്തിലുള്ള പ്രൊഫൈലാണ് ടോട്ടൽ സ്റ്റേഷൻ നിങ്ങൾ നടത്താൻ പോകുന്നത്. നിങ്ങൾ ടോട്ടൽ സെഷൻ വെച്ചിരിക്കുന്ന പോയിന്റ് ലെറ്റ്സ് സേ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ സെഷൻ വെച്ചിരിക്കുന്ന പോയിന്റ് ആണിത്. ഓക്കെ, ടെലസ്കോപ്പ് ഫിറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് എ എന്ന് പറയുന്ന പോയിന്റിൽ. തീർച്ചയായിട്ടും ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്ത് സാധനമാണ് ബിയിൽ വെക്കുക? ബിയിൽ നിങ്ങൾ എന്ത് സാധനം കൊണ്ടുവെക്കും? പ്രിസം ആണ് വെക്കേണ്ടത് വീണ്ടും, ബിക്കോസ് EDM ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടോട്ടൽ സെഷൻ. ബിയിൽ അഗെയിൻ നമ്മൾ പ്ലേസ് ചെയ്യുന്ന എന്താണ്? പ്രിസം ആണ്. ഓക്കെ, വി ആർ പ്ലേസിംഗ് പ്രിസം ഓൺ ദ പോയിന്റ് ബി. എന്തറിയാം നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള ഈ പ്രിസത്തിന്റെ ഹൈറ്റ് അറിയാം. ലെറ്റ്സ് സേ അത് PH ആണ്, അത് PH ആകുന്നു. ഓക്കെ അല്ലെ? സിമിലർലി നമുക്ക് എന്തുകൂടി അറിയാം? ഇവിടെ ദൂരെയായിട്ട് ഒരു ബെഞ്ച് മാർക്ക് അവൈലബിൾ ആണ്. ബെഞ്ച് മാർക്ക് അറിയാലോ. യെസ്, അവിടെ ഒരു സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. അവിടേക്ക് റീഡിംഗ് എടുത്തപ്പോൾ നമുക്ക് ആ സ്റ്റാഫ് റീഡിംഗ് S കിട്ടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് അറിയാം എന്ന് തന്നെയാണ്. അതായത് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് നോൺ ടു അസ്. സോ എന്തൊക്കെ അറിയാം? ഹലോ, യെസ്, ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് അറിയാം, പ്രിസത്തിന്റെ ഹൈറ്റ് അറിയാം. ഇനിയാണ് ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷർമെന്റ് എടുക്കാൻ പോകുന്നത്. എന്തൊക്കെ എടുക്കുന്നറിയോ? യെസ്, ഈ പറയുന്ന എയിൽ നിന്നും ബിയിലേക്കുള്ള ഈ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് SD എന്ന് മാർക്ക് ചെയ്യാണ്. സ്ലോപ്പിംഗ് ഡിസ്റ്റൻസിനെ നാട്ടുകാരെ SD എന്ന് മാർക്ക് ചെയ്യുകയാണ്. ആൻഡ് ഈ പറയുന്ന പോയിന്റ് എയിൽ നിന്നും നമുക്ക് രണ്ട് ആംഗിളും മെഷർ ചെയ്യാൻ പറ്റും. രണ്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആംഗിള്? നാട്ടിൽ ഏതൊക്കെ ആംഗിൾ ഉള്ളത്? യെസ്, വിത്ത് റെസ്പെക്ട് ടു നോർത്ത് ഈ ലൈനിലേക്ക് ഈ ആംഗിൾ ഡ്രോപ്പ് ചെയ്താൽ നിങ്ങൾ പറയുക അത് വെർട്ടിക്കൽ ആംഗിൾ ആണോ ഹൊറിസോണ്ടൽ ആംഗിൾ ആണോ? വിത്ത് റെസ്പെക്ട് ടു നോർത്ത് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ? 4ാം ക്ലാസ്സും കുസ്തിയാണ്, അത് ഹൊറിസോണ്ടൽ അല്ല, അത് വെർട്ടിക്കൽ ആംഗിൾ ആണ്. ഈ ഒരു ഫിഗറിൽ ലിമിറ്റേഷൻസ് കാരണം 2 ഡയമെൻഷൻ ആണ് ഫിഗർ. നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ കാണിക്കാനുള്ള വകുപ്പില്ല, അല്ലെങ്കിൽ കലാപരമായ അത്തരത്തിലുള്ള വാസന എനിക്കിപ്പോ ഇല്ല. വെർട്ടിക്കൽ ആംഗിൾ കാണിക്കാൻ പറ്റും, ഹൊറിസോണ്ടൽ ആംഗിളും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, യെസ്. സോ നോക്കിയേ, എന്തൊക്കെ ഡാറ്റ അവൈലബിൾ ആണ്? നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ വരയ്ക്കാം. ഇത് വെർട്ടിക്കൽ ആംഗിൾ നമുക്ക് ഓൾറെഡി അറിയാം. സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് ഇൻസ്ട്രുമെന്റ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. PH അറിയാം. ആൻഡ് ഈ പറയുന്ന ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് അറിയാം. നിങ്ങൾ നോക്കിയേ, പഴയ 4ാം ക്ലാസ് ആണ്. ഇതാണ് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്, ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ എങ്കിൽ ഈ പറയുന്ന വെർട്ടിക്കൽ കമ്പൗണ്ട് എന്തായിരിക്കും? യെസ്, ട്രയാംഗിൾ നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കാം. നിങ്ങൾക്ക് വേണ്ടി ട്രയാംഗിൾ വരയ്ക്കും. നോക്കിയേ, ദാ ഈ സെന്ററിന് ഇത്രയും പോയിന്റ് ഈ പറയുന്ന സെന്ററിൽ നിന്നും വെയിറ്റ് ഫിഗർ നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷൻ ആയി പോയി. യെസ്, ദാ ഈ പറയുന്ന ട്രയാംഗിൾ ഇങ്ങനെ പോകുന്നുണ്ട് വെച്ചോ. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്. യെസ് ആൻഡ് ഇതാ എവിടെ വരെയാണ് ട്രയാംഗിൾ വരയ്ക്കേണ്ടത്? യെസ്, ഇത്രയും ട്രയാംഗിൾ കാണിക്കാം. ക്ലിയർ അല്ലേ പോയിന്റ്? ഈ ട്രയാംഗിൾ അത് ബിനെക്കാട്ടും താഴെയാണ് ഈ പോയിന്റ് ഹിറ്റ് ചെയ്യുന്നത്. ലെറ്റ് മീ ക്ലാരിഫൈ ദാറ്റ് പോയിന്റ്. ഇത് എക്സാക്ട്ലി ബി അല്ല, ബി എന്ന് പറയുന്ന പോയിന്റ് മുകളിലാണ്. ലെറ്റ്സ് സേ ഇത് B' ആണ്. B' എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ട്രയാംഗിൾ കാണുന്നുണ്ടോ? ഇതാണ് ട്രയാംഗിൾ. ഇത് തന്നെയാണ് ട്രയാംഗിൾ. ഓക്കെ, ഇവിടെ ബിയും B' ഒരു പോയിന്റ് അല്ല, B' താഴെയാണ്, B ഇവിടെയാണ്. B' കുറച്ച് താഴെയാണ്, B ഇവിടെയാണ്. ക്ലിയർ അല്ലേ? നോക്കിയേ, ഈ പറയുന്ന ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? യെസ്, വാട്ട് ഈസ് ദിസ് മച്ച് ഡിസ്റ്റൻസ്? ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ഡിസ്റ്റൻസ്. ലെറ്റ് മീ ടേക്ക് അനദർ ഇങ്ക്. വേറൊരു കളർ എടുക്കാം. യെസ്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഈ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് SD ആണ്, ഈ പറയുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് എന്ത് കമ്പോണന്റ് ആണ്? ഇത് സൈൻ കമ്പോണന്റ് ആണ്, വേറെ ഒരു കമ്പോണന്റും അല്ല. അത് SD സൈൻ തീറ്റ A ആണ് അല്ലേ? SD സൈൻ തീറ്റ A ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇത് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്, ഇത് ആംഗിൾ വെർട്ടിക്കൽ ആംഗിൾ തീറ്റ A ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ കമ്പോണന്റ് സൈൻ ആണ്, വെർട്ടിക്കൽ കമ്പോണന്റ് കോസ് ആയിരിക്കും. ഇതേ സാധനം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. യെസ്, അതായത് എന്ത് പറയാം, ഇത്രയും ഡിസ്റ്റൻസ് ഈ പ്രിസത്തിന്റെ സെന്ററിൽ നിന്നും B' വരെയുള്ള ഈ വലിയ ഡിസ്റ്റൻസ്, B വരെയല്ല വലിയ ഡിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് SD cos തീറ്റ
എ ആണ് അല്ലേ? അല്ലയോ മനുഷ്യ? യെസ്. സോ ഇതെന്താണ്? എസ് ഡി സൈൻ തീറ്റ എ ആണ്. ദിസ് ഈസ് എസ് ഡി കോസ് തീറ്റ എ ആണ്. അതായത് പോയിന്റുകൾ തമ്മിലുള്ള ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടി. ഇതായിരുന്നു എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. അവർ തമ്മിലുള്ള ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടി? ഞാൻ മാറ്റി എഴുതാം. യെസ്, ദ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ഡി. അതിന്റെ എന്ത് കമ്പൗണ്ട് ആണ്? അതിന്റെ സൈൻ കമ്പൗണ്ട് ആണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഒന്ന് പറയാവോ? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് എ ആൻഡ് ബി ഒന്ന് പറഞ്ഞേ. ഏതാണ് എ എന്ന് പറയുന്ന പോയിന്റ്? ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. ആ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. യെസ്, ദിസ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് ടു പോയിന്റ്സ് അല്ലെ? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും യെസ് ഇത്രയും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് എ, ഈ ബിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തറിയാം? നോക്കിയേ, ഞാൻ ഈ പറയുന്ന ബി എന്ന് പറയുന്ന പോയിന്റിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഈ പറയുന്ന ബി എന്ന് പറയുന്ന പോയിന്റിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാവും, കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആവും. നോക്കിയേ, ബെഞ്ച് മാർക്ക് ഇങ്ങോട്ട് നീട്ടി വരച്ചപ്പോൾ ഈ പറയുന്ന ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കാണുന്നുണ്ടോ? ഈ പറയുന്ന ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് വരെയുള്ള അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഹൈറ്റ് എന്താണ്? ഇവിടം വരെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ?